ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സുമി മുബ സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2-ൻ്റെ പുതിയ നല്ല വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അങ്ങനെ കള്ളത്തരത്തിൻ്റെ നൂലാമാലകൾ കെട്ടിപ്പോയ നമ്മുടെ ഉദയഭാനുവിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കൊടുക്കുകയാണ് അല്ലേ. നമ്മുടെ ദേവമംഗലത്തുകാർ ആനന്ദും ബാലനും എല്ലാവരും കൂടെ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം അവരുടെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി തന്നെ നമ്മുടെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും വരെയാണ് അല്ലേ. പക്ഷേ ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് ഇതിനെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ കിടന്നിരുന്ന ആ ഒരു വലിയ സത്യം നമ്മുടെ ഉദയഭാനും ശ്രീകലയും കാരണം ദേവമംഗലക്കാർ അറിയാൻ പോവുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ആയി തീരാനും ഇത്രയും കള്ളത്തരങ്ങളുടെ നടുവിൽ ജീവിക്കാനും ഒക്കെ ഉണ്ടായ കാരണങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ ഉദയഭാനു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷത്തിലൂടെ പോകാം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സാന്ത്വനം 2-ൻ്റെ നാളത്തെ എപ്പിസോഡിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ബാലൻ നമ്മുടെ ഉദയഭാനുവിൻ്റെ അടുത്തും അതുപോലെ ശ്രീകലയോടും കൂടി ആ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ഇനി ഈ വീട്ടിൽ ഒരാൾക്കും ദേവിയെ പഴയ പോലെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ എല്ലാവരെക്കാളിലും ഒരു പക്ഷേ ഞാനായിരിക്കും ദേവി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. ആ ഒരു സ്നേഹം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ദേവിയെ നിങ്ങൾ ഈ ദേവമംഗലത്തിൽ നിന്ന് വിളിച്ചു കൊണ്ട് പോകണം എന്നുള്ളത് പറയാണ്. അപ്പം ഉദയഭാനു കരഞ്ഞുകൊണ്ട് പറയാണ്, ബാല, ഈ തെറ്റുകളെല്ലാം നുണകളും തെറ്റുകളും ഒക്കെ ഞാനാണ് ചെയ്തത്. ഈ ഗോമതി സ്റ്റോറിൽ മോട്ടിച്ച് ആ പണം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുമ്പോഴും ശ്രീകല പോലും അറിഞ്ഞിട്ടില്ല അതെവിടെ നിന്നാണെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. ബാല, നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിക്കാം, നിങ്ങൾക്ക് എന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാം, പക്ഷേ എൻ്റെ മോളുടെ ജീവിതം നിങ്ങൾ കളയരുത്. എൻ്റെ മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കുടുംബം. അവൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഓരോ നിമിഷവും ഓരോ മണിക്കൂറും അവൾ ജീവിച്ച് തീർക്കുന്നത്. സ്വന്തം അച്ഛനെയും അമ്മയെക്കാട്ടിലും ഇവിടുത്തെ അച്ഛനെയും അമ്മയും അവൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ അനുജന്മാരും അനുജത്തിമാരും ഒക്കെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ ഒരു കള്ളത്തരവും ഇല്ല. അപ്പോഴേക്കും നമ്മുടെ ദേവി ചെന്നിട്ട് ബാലച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബാലച്ച, ഒരുപാട് തെറ്റുകളും നുണകളും ഞാൻ പറഞ്ഞു ബാലച്ച, പക്ഷേ എൻ്റെ സ്നേഹം നിങ്ങളോട് കാട്ടിയതിൽ ഒരു അംശം പോലും കളവില്ല ബാലച്ച, എന്നോട് ക്ഷമിക്കു ബാലച്ച എന്നും പറഞ്ഞിട്ട് കാലിൽ വീണ് ദേവി കരയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ദേവി ഇനി ഈ കുടുംബത്തിൽ നിൽക്കില്ല. അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറഞ്ഞു, കണ്ടില്ലേ അമ്മ അവളുടെ അഭിനയം, ഇതുപോലെ ഒരുപാട് അഭിനയങ്ങൾ കണ്ട് ഈ ആനന്ദിനെ അവൾ ഈ കുഴി ചാടിച്ചത്. ഇനി നിൻ്റെ അഭിനയമൊന്നും ഞങ്ങൾ കാണില്ലടി, കേൾക്കേയില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആനന്ദ് പറയാനുണ്ട്. അപ്പം നമ്മുടെ ഗോമതി പറയാനുണ്ട്, എന്ത് വേണമെങ്കിലും അവൾ അഭിനയിച്ചോട്ടെ, പക്ഷേ ഈ കുടുംബത്തിന് അവളൊരു അന്തി ഉറങ്ങില്ല എന്ന തീരുമാനം തന്നെ നമ്മുടെ ഗോമതി എടുക്കുകയാണ്. അപ്പം മീനും ഇത്രയൊക്കെ പറയുന്നുണ്ട്, അമ്മേ എടുക്കുമ്പോൾ തീരുമാനം ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി അമ്മേ. ദേവിയേട്ടത്തി നമ്മളോട് ഈ കുറച്ച് നുണകൾ ആ സമയത്ത് പറഞ്ഞു എന്നല്ലാണ്ട് നമ്മളോട് കാണിച്ച സ്നേഹത്തിലൊന്നും ഒരു ഇറ്റ് പോലും കള്ളത്തരം ഇല്ലമ്മേ. മീനോ, നീ ഇതിൽ ആവശ്യമില്ലാണ്ട് ഇടപെടേണ്ട. അപ്പം ഇത്രയും പറയുന്നുണ്ട്, അപ്പച്ചി പ്ലീസ് അപ്പച്ചി ഒരു പ്രാവശ്യത്തേക്ക് ദേവിയേട്ടത്തിയോട് ഒന്ന് ക്ഷമിക്കുക. അപ്പം ദേവി കാണുന്നുണ്ട് കേട്ടോ. മീനും ഇത്രയും എത്ര വഴക്ക് പറഞ്ഞിരുന്നാലും ദേവിക്ക് വേണ്ടിയിട്ട് ആ അമ്മയുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ദേ നോക്ക്, ഈ കാര്യത്തിൽ ആനന്ദ് എന്ത് തീരുമാനം എടുക്കുന്നോ അതിനൊപ്പമേ ഞാനും ബാലേട്ടനും നിൽക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ വീട് എൻ്റെയും ബാലേട്ടൻ്റെയാണ്. അതിലിനി നിങ്ങളാരും അഭിപ്രായങ്ങളൊന്നും പറയണ്ട. ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ ബാലേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്. നിങ്ങളാരും ഒരു അഭിപ്രായം പറയണ്ടെന്ന് പറയും. അപ്പം മീനുവിനും ഇത്രയ്ക്കും വല്ലാത്തൊരു വിഷമമാവുകയാണ്. അപ്പോൾ ആര്യനും ആകാശമൊക്കെ പറയുന്നുണ്ട്, മീനു ഇനി അഭിപ്രായങ്ങളൊന്നും പറയണ്ട, അച്ഛനും അമ്മയും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, ആനന്ദേട്ടൻ്റെ ജീവിതമാണ്, ആനന്ദേട്ടനല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം മീനു പറഞ്ഞു, ആകാശേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആനന്ദേട്ടൻ അറിയാത്ത പല രഹസ്യങ്ങളും ദേവിയേട്ടത്തിയുടെ ആനന്ദേട്ടൻ്റെ കുടുംബത്തിലുണ്ട്. നമുക്കറിയാം, പക്ഷെ ആനന്ദേട്ടൻ അറിയില്ല. അറിയാലോ, ദേവിയേട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ഈ കുടുംബത്തിലുള്ളവർ. അപ്പോൾ ആകാശ് ചോദിക്കും, ഈ കുടുംബത്തിലോ? അതെ, ഈ കുടുംബത്തിലുള്ള ആളാണല്ലോ നിങ്ങളുടെ അലോക്. അവൻ കാരണമാണ് ദേവിയേട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ഈ സമയത്ത് പോലും ആ ഒരു കേസ് ദേവിയേട്ടത്തി എടുത്തിടുകയോ അല്ലെങ്കിൽ മുന്നേ കൂട്ടി ആനന്ദേട്ടൻ്റെ അടുത്ത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല.
കിട്ടില്ല. കാരണം വേറൊന്നുമല്ല, അങ്ങനെ ആനന്ദേട്ടൻ്റെ ജീവിതം നശിക്കും. കാരണം ആനന്ദ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അലോകിനെ പിന്നെ ഒരു നിമിഷം ജീവനോടെ വെക്കില്ല. അതുകൊണ്ട് മാത്രം തന്നെയാണ് ദേവിയേട്ടത്തി ആ കാര്യമൊന്നും പറയാത്തത്. അതിൽ നിന്ന് തന്നെ ദേവിയേട്ടത്തിയുടെ ആ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മളൊരു അഭിപ്രായം പറയണ്ട എന്നിങ്ങനെ പറയണ. അവസാനം മീനുവിന് ദേഷ്യം വന്ന് മീനു അങ്ങോട്ട് പോവാട്ടോ. ഈ സമയം ശ്രീകല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഗോമതി ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളാണ് ഈ കഥകൾ കെട്ടുകഥകളും അല്ലെങ്കിൽ കള്ളത്തരങ്ങളും ഒക്കെ പറഞ്ഞ് കെട്ടി മേപ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ മോൾ അതിന് നിർബന്ധിതയായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഉദയഭാനു പറയുന്നുണ്ട്, അവളുടെ ജാതകപ്രകാരം എന്നിട്ട് പിന്നെ നിർത്തുകയാണ്. അപ്പോഴേക്കും ദേവി പറയും, വേണ്ട അച്ഛ വേണ്ട, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട, ഇനി പറഞ്ഞിട്ടും കാര്യമില്ല എന്നിങ്ങനെ പറയാം. അല്ല മോളെ വേണ്ട അച്ഛ, അതൊന്നും പറയണ്ട എന്ന് പറയും കേട്ടോ. അവസാനം നമ്മുടെ ഗോമതി തന്നെ നമ്മുടെ ദേവിയെ കൈക്ക് പിടിച്ച് പുറത്താക്കുകയാണ്. പക്ഷെ നമ്മുടെ ദേവി ഇതുവരെ ഇന്നത്തെ എപ്പിസോഡിലും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം നാളെ മിക്കവാറും മെഗാ എപ്പിസോഡാണ്. അപ്പോൾ അതിലെന്തായാലും ദേവിയെ പുറത്താക്കും കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞുള്ള നമ്മളെ എപ്പിസോഡുകൾ ഭയങ്കര ഇമോഷണൽ സീനാണ് കേട്ടോ കാര്യം വരുന്നതൊക്കെ. അങ്ങനെ ഉദയഭാനുവിനെയും നമ്മുടെ ശ്രീകലയെ ഒക്കെ പുറത്താക്കി, അതോടൊപ്പം തന്നെ നമ്മുടെ ദേവിയെയും പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൃഷ്ണമംഗലത്ത് നിന്ന് അച്യുതം വന്നിട്ട് ഇവരെ ഒന്ന് എരിയിപ്പിച്ച് മൂട്ടിക്കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എന്നിട്ട് അച്യുതൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നുമില്ല, ആനന്ദിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ കുറേ കൈ നിന്നിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഒന്നും നോക്കണ്ട, ദേവിയെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പിന്നെ ഉദയഭാനു നമ്മുടെ ശ്രീകലയൊക്കെ പെട്ടെന്ന് പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഉത്ഭയമാണ്. കാരണം ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അവർ നമ്മുടെ ദേവിയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളല്ലേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. കാരണം അവരെ ഇനി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല, മോള് സമാധാനമായിട്ട് വാ. അപ്പോഴേക്കും ദേവി കരഞ്ഞുകൊണ്ട് ചോദിക്കും, ഇത്രയും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്തു തന്നത് പോരെ, ഒരു അച്ഛനമ്മ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു തന്നു, ഇനി എന്താണ് നിങ്ങൾക്ക് എൻ്റെ ജീവിതം കൊണ്ട് കളിക്കാനുള്ളത്? അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളറിയാത്ത ചില സത്യങ്ങളുണ്ട് കേട്ടോ ദേവിയുടെ ജീവിതത്തിൽ. അപ്പോൾ ഉദയഭാനു ഇങ്ങനെ വിഷമിച്ച് പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടോ വാവിട്ടരച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല, നമുക്ക് വീട്ടിൽ പോവാം, നമ്മുടെ വീട്ടിൽ പോവാം. നമ്മുടെ ഏത് വീട് അച്ഛൻ ഈ പറയണത്? നമുക്കൊരു വീടുണ്ടോ? ഉണ്ട്, ഒരു വലിയ മണിമാളിക, തിന്നാനോ കുളിക്കാനോ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒരു മണിമാളികയുണ്ട് നമുക്ക് എന്നിങ്ങനെ ആ ദേവി പറയുന്നുണ്ട്. ആ വാടക വീട്ടിലോട്ട് ഞാൻ എന്തായാലും വരില്ല എന്നിങ്ങനെ ദേവി പറയുന്നു കേട്ടോ. മോളെ വാടക വീടാണെങ്കിൽ നമുക്ക് അവിടെ കിടക്കാമല്ലോ, ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യമാണ്? നമ്മുടെ ഉദയഭാനുവും പറയുന്നുണ്ട്, സ്ത്രീകളെയും പറയുന്നുണ്ട്, ഇല്ല നിങ്ങളോടൊപ്പം ഞാൻ ഇനി വരില്ല, വല്ല അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി ഭിക്ഷ യാചിച്ചാണെങ്കിലും ഞാൻ ജീവിക്കും, ഇനി നിങ്ങളെ കൂടെയുള്ള ഒരു ജീവിതം എനിക്കില്ല, മതി. അപ്പം നമ്മുടെ ഉദയഭാനു പറയും, മോളെ നിനക്കറിയാലോ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജാതകപ്രകാരമുള്ള ദോഷങ്ങളൊക്കെ എന്താണെന്ന്, അതുകൊണ്ട് നിൻ്റെ ആ ഒരു വിഷമം, നിനക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ട് അതൊക്കെ കണക്കിലെടുത്തല്ലേ മോളെ നമ്മൾ ഒരു കല്യാണം കഴിപ്പിച്ച് നിനക്കൊരു കുഞ്ഞെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ നിന്നേന്നൊക്കെ പറയും കേട്ടോ. എന്ത് പറഞ്ഞാലും അച്ഛനും അമ്മയും പൊക്കോ, ഞാൻ നിങ്ങളെ കൂടെ വരില്ല എന്ന് എന്നെ ദേവി തീർത്ത് പറയണം കേട്ടോ. ഉദയഭാനുവിനും ശ്രീകലയ്ക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. കുറേ മണിക്കൂർ അവരവിടെ ഇരുന്നു, പക്ഷേ ദേവി എന്ത് ചെയ്താൽ വരില്ല. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു വിചാരം എന്തെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ദേവി ഇവിടെ ഇരുന്നിരുന്ന് അവരെങ്ങാനും പിടിച്ച് അകത്ത് കയറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അങ്ങനെ ഉദയഭാനു ശ്രീകല മോളെ വാന്ന് വിളിച്ച് അവസാനം അവർ ഒരു ഓട്ടോ പിടിച്ച് അവർ മാത്രം പോവാണ്. ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ദേവിയെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഉദയഭാനു അറിയുന്നുണ്ട് ദേവി അവരെ വീട്ടിലെത്തിയിട്ടില്ല, അവിടെയും ഇല്ല എന്നുള്ള കാര്യം. ഉദയഭാനുവിനും ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, തൻ്റെ മകളെ കാണാനില്ല. അങ്ങനെ 2 ദിവസത്തോളം അവർ അമ്പലങ്ങളിലും ഓരോ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ദേവിയെ തേടി നടന്നു. പക്ഷെ ഒരു അറിവും ദേവിയെക്കുറിച്ചില്ല കേട്ടോ. കൃഷ്ണമംഗലക്കാർക്ക് വലിയ സന്തോഷമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ദേവമംഗലക്കാർക്ക് മൊത്തത്തിലൊരു അടി പറ്റി കണക്കുള്ള നാണക്കേട് പറ്റി
പറ്റിയ ഉള്ള ഒരു അവസരമല്ല, ഒരു അമളി പറ്റിയ കണക്കുള്ള ഒരു അവസ്ഥ. അവിടുത്തെ മൂത്ത മകനായ ആനന്ദിൻ്റെ ജീവിതത്തിന് ഇത്രയും വലിയ ഇടങ്ങേറ് വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അച്യുതനും നമ്മുടെ ശ്രീകലയ്ക്കുമൊക്കെ. പക്ഷേ ഇന്ദിരാമ്മക്ക് ആനന്ദ് എന്ന് പറയുന്നത് സ്വന്തം ചെറുമകനാണ്. അപ്പോൾ ആ ഒരു സങ്കടം ഇന്ദിരാമ്മക്കും നന്ദിതയ്ക്കും ഇങ്ങേറ്റം അനന്തന് പോലും ഉണ്ട് കേട്ടോ. അങ്ങനെ കാര്യം വലിയവർ തമ്മിൽ ദേഷ്യവും ഒരു ഇതും ഉണ്ടെങ്കിലും മക്കളുടെ ജീവിതങ്ങൾ വെച്ച് വെല്ലുവിളിക്കുന്നതിനോടൊന്നും അനന്തനും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ 2 ദിവസം ഉദയഭാനു അവരൊക്കെ ഇങ്ങനെ നോക്കി നടന്നിട്ട് ദേവിയെ കണ്ടില്ല. അങ്ങനെ ഒരു ദിവസം ഉദയഭാനു ശരിക്കും അങ്ങോട്ട് കുടിക്കുക കേട്ടോ. കുടിച്ച ശേഷം ദേവമംഗലത്തോട്ട് കയറി വരേന്. അങ്ങനെ ദേവമംഗലത്തോട്ട് കയറി വരണം ഉദയഭാനു പറയേണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, താൻ എന്തിനാടോ ഇങ്ങോട്ട് വന്നത്? ഇവിടെ കയറരുതെന്നല്ലേ പറഞ്ഞത്? അതിന് ഞാനിവിടെ താമസിക്കാനൊന്നും അല്ല മിസ്റ്റർ ബാല വന്നത്. എൻ്റെ മകളെ കാണാണ്ടായിട്ട് 2 ദിവസമായി. നിങ്ങൾക്കറിയില്ല, ഒരു മകൾ നഷ്ടപ്പെട്ട വേദന നിങ്ങൾക്കറിയില്ല. ശരിയാണ്, ഈ ഉദയഭാനു ഒരു കള്ളൻ തന്നെ, പെരുങ്കള്ളൻ. എൻ്റെ മരുമകൻ പറഞ്ഞതുപോലെ ലോകത്തെ പെരുങ്കള്ളൻ. നീ പറഞ്ഞോടാ മോനെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ഉദയഭാനു ഇങ്ങനെ ആവാൻ കാരണം ഉദയഭാനു തന്നെയാണ്. വേണ്ട പണവും പ്രതാപവും ഒക്കെ ഉള്ളൊരു കുടുംബം തന്നെയാണ് മരുമകനെ എനിക്കുണ്ടായിരുന്ന കുടുംബം. എല്ലാം നഷ്ടപ്പെട്ട് സുഹൃത്തുക്കൾക്ക് കൈയൊഴിഞ്ഞ് പണം നൽകി ബിസിനസ് ചെയ്ത് പൊട്ടിപ്പാളീശായി എല്ലാം നഷ്ടപ്പെട്ടവനായി ഈ ഉദയഭാനു. ഈ നഷ്ടപ്പെടലും എൻ്റെ ദേവിമോൾ, എൻ്റെ മൂത്ത മകളാണ്. അവളുടെ ജാതകത്തിൽ അവൾക്കുണ്ടായ ആ ഒരു ദോഷം, അത് തരണം ചെയ്യാൻ ഞങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ ഒന്നും ശരിയായില്ല. അപ്പോഴാണ് ഉദയഭാനുവിൻ്റെ വായിൽ നിന്നും ആ ഞെട്ടിക്കുന്ന രഹസ്യം, അതായത് ദേവിയുടെ ജാതകപ്രകാരം ദേവി ഒരു 27-28 വയസ്സ് വരെ ദേവിക്ക് ആയുസുള്ളൂ. അപ്പോൾ തൻ്റെ മകളെ നഷ്ടപ്പെടും. പല ജ്യോത്സ്യന്മാരെയും കാണിച്ചു നോക്കി. അപ്പോൾ ആ ജാതകം അവരെല്ലാവരും അംഗീകരിക്കുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ. ഇത് കേട്ട ഉദയഭാനുവിനും ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ദേവിക്കും അറിയാം ദേവിയുടെ ജാതകപ്രകാരം അങ്ങനെ ഒരു ദോഷം തനിക്കുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ജാതകപ്രകാരം ദേവിയെ കണ്ടിഷ്ടപ്പെട്ട് ഒരുപാട് വലിയ വീട്ടിൽ നിന്നൊക്കെ ആലോചനകൾ വന്നതാണ്. പക്ഷേ ജാതകങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ അവർ പേടിച്ച് ഭയന്നാണ് മാറി നിൽക്കുന്നത്. കാരണം ഒരു 5-6 കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഒരു മകൻ്റെ ജീവിതം കളയാൻ ഒരു വീട്ടുകാരും തയ്യാറാവില്ല. അങ്ങനെ ദേവിയെ അവസാനം നിങ്ങൾ ജാതകം പോലും നോക്കാണ്ട് നിങ്ങൾ വന്ന് കല്യാണം കഴിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പായപ്പോൾ ചില കള്ളത്തരങ്ങൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു. അവസാനം ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച കള്ളത്തരങ്ങൾ എൻ്റെ മോളും പറഞ്ഞു. കാരണം വേറൊന്നുമില്ല, അവൾ മരിക്കുന്നതിന് മുന്നേ അവളുടെ ഒരു കുഞ്ഞിനെങ്കിലും ജന്മം നൽകി ആ കുഞ്ഞിൻ്റെ മുഖമെങ്കിലും കണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ അതിൽ കൂടെ കാണാമല്ലോ. ആ ഒരു കാര്യം വെച്ച് മാത്രമാണ് ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയത്. അതിന് വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞു. ഈ ഉദയഭാനു പറഞ്ഞു കള്ളത്തരങ്ങൾ. അത് നിഷേധിക്കണില്ല ബാല, നിഷേധിക്കണില്ല. അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് പെട്ടെന്ന് ഒരിതാവേണ്, കാരണം അങ്ങനെ ഒരു ജാതകമോ. അപ്പോൾ അവരെല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ ഒരു അന്താളിപ്പോടെ ഇങ്ങനെ കേൾക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഉദയഭാനു വീണ്ടും പറഞ്ഞു, എൻ്റെ മോള് മരിക്കുന്ന സമയത്താണെങ്കിൽ അവളുടെ ഒരു കുഞ്ഞ്, പിന്നെ അത്രയും നാളും അവളുടെ ഭർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും ഒക്കെ ലഭിച്ച് ആ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷവും ലഭിച്ച് അവൾ ജീവിക്കും, അത്രയെങ്കിലും അവൾക്ക് ജീവിതം ഉണ്ടാവുമല്ലോ എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഈ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവളുടെ ജീവിതം അവസാനിക്കണ വരെയെങ്കിലും അതൊന്ന് കൊണ്ടെത്തിക്കാനായിട്ട് നോക്കിയത്. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ബാല, നിങ്ങൾക്ക് ഇതുപോലൊരവസ്ഥ വരണം, നിങ്ങൾക്ക് ഒരു മകൾ ഇതുപോലെ ഉണ്ടാവണം, അല്ലെങ്കിൽ മകനോ മകളോ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഉദയഭാനുവിൻ്റെ അടുത്തൊരു കള്ളത്തരമാണ് എന്നുള്ളത് എൻ്റെ മരുമകൻ ഉൾപ്പെടെ ഒരു സംശയം ഉണ്ടാകും. ദേ കിടക്കണം അവളുടെ ജാതകം. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇതിൽ ഒരു സത്യവും ഇല്ല, ഒരു സത്യവും. ഇത് പറയാൻ വേണ്ടിച്ച് മദ്യപിച്ച് എനിക്കിവിടെ വരേണ്ടി വന്നു. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ധൈര്യക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. എൻ്റെ മോളെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അവൾ എവിടെയാണോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കൂടി എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു അങ്ങ് പോവേന കേട്ടോ. ഈ സമയം എല്ലാവർക്കും പെട്ടെന്ന്, കാരണം ദേവി എന്ന് പറയുമ്പോൾ അത്രയും ദേഷ്യത്തോടെ എല്ലാവരും നിന്നവർ പെട്ടെന്ന് തന്നെ മനസ്സലിഞ്ഞ് അങ്ങ് പോവേണ്. കാര്യം എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ അവരാകെ വിഷമിച്ച് സങ്കടപ്പെട്ട് പോവേണ്. കാരണം എൻ്റെ ദൈവമൊക്കെ അങ്ങനെ ഒരു ജീവിതമോ അങ്ങനെ ഒരു വിധിയോ, ആനന്ദിൻ്റെ പോലും മനസ്സ് വല്ലാതാവുകയാണ്. ഈ സമയം നമ്മുടെ മീനു
ആനന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആനന്ദേട്ടാ ഇത് മാത്രമല്ല, ആനന്ദേട്ടൻ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. കാര്യം വേറൊന്നുമല്ല, ആനന്ദേട്ടൻ കരുതും പോലെ ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ദേവിയേട്ടത്തില്ല, അലോക് അവൻ ഒരാൾ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ആ കാര്യം പോലും ദേവിയേട്ടത്തി ആനന്ദേട്ടൻ ഇനി എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് ആ കാര്യം പോലും പറയാണ്ടിരുന്ന് മനസ്സിൽ തന്നെ അത് ഇതാക്കി നിന്നത്. അതുകൊണ്ട് ദേവിയേട്ടത്തിയോട് നിങ്ങളെല്ലാവരും പൊറുക്കണം. ദേവിയേട്ടത്തി നമ്മളോട് കാണിച്ച സ്നേഹം ഒരിക്കലും കാപട്യമായിട്ടുള്ള ഒരു സ്നേഹമല്ല. ഈ അവസ്ഥയിലെങ്കിലും ദേവിയേട്ടത്തി നമ്മൾ മനസ്സിലാക്കി തിരിച്ചു വിളിക്കണമെന്നൊക്കെ മീനും മിത്രയും കൂടെ പറയാൻ കേട്ടോ. അവർക്ക് ആകെ വിഷമമാവണം. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സാന്ത്വനം ഇനി ഏതൊക്കെ ഒരു ഇതിലാണ് പോകുന്നത്, പുതിയ നല്ല അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ സാന്ത്വനം 2 ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് പോണത്. നാളെ മെഗാ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.